പലകുറി യുപിയുടെ ഹൃദയഭൂമിയിൽ കാറ്റുമാറി വീശിയെങ്കിലും ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം റായ്ബറേലി ഇപ്പോഴും കോൺഗ്രസിനൊപ്പം കൈപിടിച്ചു നിൽക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ 3 വർഷങ്ങൾ ഒഴികെ റായ്ബറേലി കാലാകാലങ്ങളായി നെഹ്റു ഗാന്ധി കുടുംബങ്ങൾക്ക് മത്സരിക്കാൻ തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആ ചരിത്രം നോക്കാം. ഫിറോസ് ഗാന്ധിയിലൂടെ 1952 തുടങ്ങിയതാണ് റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ വിജയഗാഥ. 1971 വരെയുള്ള 19 വർഷങ്ങൾ റായ്ബറേലി കൈ പിടിച്ചു കൂടെ നിന്നു. 67ലും 71ലും റായ്ബറേലി ഇന്ദിരാഗാന്ധിയെ പാർലമെന്റിലേക്ക് അയച്ചു. 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ രാജ് നരയൻ റായ്ബറേലി കോൺഗ്രസിൽ നിന്നും തിരിച്ചു പിടിച്ചു. പക്ഷേ 3 വർഷങ്ങൾക്കിപ്പുറം 1980 റായ്ബറേലി വീണ്ടും ഇന്ദിരയ്ക്കൊപ്പം. 16 വർഷം റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു. പിന്നീട് 11ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് റായ്ബറേലിയിൽ അശോക് സിംഗ് താമര വിരിയിക്കുന്നത്. 3 വർഷം മാത്രം വിരിഞ്ഞു നിന്ന താമര 1999 വാടി. 99 സതീഷ് ശർമ്മയും 2004 മുതൽ 20 വർഷം റായ്ബറേലി സോണിയയുടെയും കൈപിടിച്ച് കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന്റെയും വിശ്വസ്ത മണ്ഡലമായി. റായ്ബറേലിയുടെ രാഷ്ട്രീയം നിലനിർത്താൻ രാഹുൽ ഗാന്ധി ഇത്തവണ ഇറങ്ങുന്നു. 2004 മുതൽ 2014 വരെ തുടർച്ചയായി 3 തവണ അമേഠിക്കാർ തങ്ങളുടെ പ്രതിനിധിയായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു. എന്നാൽ 2014 പരാജയം ഏറ്റുവാങ്ങിയ സ്മൃതി ഇറാനി മണ്ഡലത്തിൽ തുടർന്ന് തൊട്ടടുത്ത തവണ രാഹുലിനോട് പകരം വീട്ടി. അതോടെ 1977 ശേഷം അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ പരാജയം ഏറ്റുവാങ്ങി. 55,120 വോട്ടുകൾക്കാണ് സ്മൃതി രാഹുലിനെ പരാജയപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധി അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയുടെ അനന്തരഫലമായി 1977 സഞ്ജയ് ഗാന്ധിയാണ് അമേഠിയിൽ പരാജയപ്പെട്ട ഗാന്ധി കുടുംബാംഗം. പിന്നീട് 1980 സഞ്ജയ് ഗാന്ധി മണ്ഡലം തിരിച്ചുപിടിച്ചു. 1981 മുതൽ പിന്നീട് അമേഠിയിൽ രാജീവ് ഗാന്ധി യുഗമായിരുന്നു. രാജീവിന്റെ മരണം വരെ അത് തുടർന്നു. ഇതിനിടെ 1984 സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേനകാ ഗാന്ധി രാജീവിനെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1991 അമേഠിയിലെ വോട്ടെടുപ്പിന് ശേഷമാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. പിന്നീട് വോട്ടെണ്ണിയപ്പോൾ അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് അമേഠി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുകയും ചെയ്തു.